ഇന്ന് ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് നമ്മൾ ഇവിടെ വണ്ടിയിൽ പിടിപ്പിക്കാൻ പോണത് ഈ ഒരു ഡ്രിൽ മെഷീൻ വെച്ചിട്ടാണ്. ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെയർ ബാറ്ററിയാണത്. ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി എന്ന് പറയുന്നത് നമ്മളിൽ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി. അപ്പോൾ ഈ ഒറിജിനൽ ബാറ്ററി ഒരു പരിധി കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് നിൽക്കില്ല. അപ്പോൾ നമ്മളൊരു സ്പെയർ ബാറ്ററിയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 20 റിയാലാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ, സ്പെയർ ബാറ്ററി. ഇത് ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ കണക്ട് ചെയ്യുക. ജസ്റ്റ് കണക്ട് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഡ്രിൽ ചെയ്താൽ മതി. ഡ്രിൽ ചെയ്തിട്ട് ഈ സ്റ്റാൻഡ് നമ്മൾ പിടിപ്പിക്കുക, അത്ര പരിപാടിയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂ ഉണ്ട്. 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂ ഉണ്ട്. ഇതിൽ 1 ഇഞ്ചിൻ്റെ സ്ക്രൂ ഉണ്ട്, 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂ ഉണ്ട്. നമ്മൾ ഈ ഒരു ചെറിയ സ്ക്രൂ ഉണ്ടല്ലോ, ഈ ഒരു ചെറിയ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഈ മൊബൈൽ ഹോൾഡർ അടിക്കണം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളിത് ഹൈ പ്രഷറിൽ ഈ സാധനം ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പൊട്ടും. എന്നിട്ട് നമ്മൾ ഈ 1 ഇഞ്ചിൻ്റെ ആണിയിൽ വേണം ഈ സംഭവം ഡാഷ് ബോർഡുമ്പോൾ നിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിലോട്ട് വരുന്നത് 120 റിയാൽ ആ റേറ്റാണ് ഇപ്പോൾ വരുന്നുള്ളൂ. മാർക്കറ്റ് പ്രൈസ് അത്ര വരുന്നുള്ളൂ. 100-120 റിയാലിന് നമുക്ക് ഈ ഒരു സാധനം കിട്ടും. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോർമൽ സ്ക്രൂ അടിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇവിടെ കണ്ട ഒരു ഓപ്ഷൻ കണ്ട, ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ഡ്രിൽ ചെയ്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രിൽ ചെയ്യാനും അതുപോലെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ സ്ക്രൂ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബട്ടണില്ലേ, ഈ ഒരു ബട്ടൺ നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആണ് കറങ്ങാം. ആണോ, ഇത് അമർത്തി കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് സംഭവം സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് കറങ്ങും. ക്ലോക്ക് വൈസ് കറങ്ങാന്ന് വെച്ചാൽ നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബട്ടൺ തന്നെ നമ്മൾ ഒന്നുകൂടെ അമർത്തി കഴിഞ്ഞാൽ ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് വഴി നമുക്ക് സ്ക്രൂ റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈ പ്രഷർ ഡ്രില്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ പ്രഷറിൽ നമുക്ക് വാളിലും ഭിത്തിയിലൊക്കെ നമുക്ക് സ്ക്രൂ ചെയ്യാൻ അതുപോലെ ഡ്രിൽ ചെയ്യാനൊക്കെ പറ്റും. അത്രയും ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദൂരാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു സംഭവം ജസ്റ്റ് റിമൂവ് ചെയ്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രിൽ മെഷീൻ്റെ ഈ ബിറ്റ് മാറ്റാനും അതുപോലെ വേറെ ബിറ്റ് യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇതിപ്പോൾ സ്റ്റാർ മൈനസ് ഈ 2 ഓപ്ഷനൊക്കെ വരും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് സുഖമാണ്, ക്യാരി ചെയ്യാൻ സുഖമാണ്. ജസ്റ്റ് നമ്മൾ ലൂസാക്കുക, ഈ സാധനം വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം തരും. പോർട്ടബിളാണ്. നമുക്കിപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു 1 ഇയർ വാറണ്ടി കാര്യങ്ങളുണ്ടാവും. അതുപോലെ എന്താ പറയുക, ബിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടും. ഇത് 2-3 കമ്പനി അടുത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ